ഈ ASA റൂള് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ആ ASA റൂളുമായി ബന്ധപ്പെട്ട് ഉള്ള എക്സസൈസിലെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യേണ്ടത്. ശ്രദ്ധിക്കുക. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. പേജ് നമ്പർ 21. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ഈച്ച് പെയർ ഓഫ് ട്രയാങ്കിൾസ് ബിലോ ഫൈൻഡ് മാച്ചിങ് പെയർ ഓഫ് സൈഡ്സ് ആൻഡ് റൈറ്റ് ദെയർ നെയിംസ്. അതിൽ ഇത് രണ്ടാമത്തെ ഞാൻ വായിക്കുകയാണ്, വേണ്ട. ചിത്രത്തിൽ ചുവടെ കൊടുത്തിരിക്കുന്ന ചിത്രത്തിൽ തുല്യമായ വശങ്ങളുടെ ജോഡി എഴുതാനാണ്. അത് ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്, നല്ലൊരു ചോദ്യമാണ്. നമുക്ക് ASA റൂളും ട്രയാങ്കിൾ ഈക്വൽ ആണ് എന്നുള്ളത് പ്രൂവ് ചെയ്യാനും നമ്മൾ പഠിച്ചെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന കാര്യമാണ്. എല്ലാവരും നോട്ട്ബുക്കിൽ ഈ ഫിഗർ രണ്ടും പെട്ടെന്ന് വരച്ച്. അപ്പൊ ഇവിടെ 50 ഉണ്ട്, ഇവിടെ 50 ഉണ്ട്, ഇവിടെ 70 ഉണ്ട്, ഇവിടെയും 70 ഉണ്ട്. അപ്പോ ഇവിടെ 6 ഉണ്ട്, ഇവിടെ 6 ഉണ്ട്. അപ്പോ നമുക്ക് ആദ്യം എന്താ എഴുതാം? ട്രയാങ്കിൾ ABC, ത്രികോണം ABC സമം ത്രികോണം PQR എന്ന് എഴുതാൻ പറ്റൂല. ABC 50 70. ഇവിടെ 50 70 പറഞ്ഞാൽ എങ്ങനെയാ? 50 70 ഇങ്ങനെയാണ് വരുന്നത്. അതുകൊണ്ട് RQP. ഇവിടെ ട്രയാങ്കിൾ ABC നമ്മൾ എഴുതി. ആ റൊട്ടേഷനിൽ തന്നെ ഇവിടെ പോണം. ABC. അപ്പൊ ഇവിടെ 50 70 അങ്ങനെയാണ് ആംഗിൾ പോകുന്നത്. അപ്പൊ ഇവിടെയും 50 70 തന്നെ വരണം. അപ്പം RQP. ഏത് റൂള്? ASA റൂൾ. ASA റൂൾ അനുസരിച്ച് ഈ രണ്ട് ട്രയാങ്കിളുകളും ഈക്വൽ ആണ്. അപ്പൊ നമ്മള് ആ തുടക്കത്തിലേ പഠിച്ചിട്ടുണ്ട്, when two triangles are equal, രണ്ട് ത്രികോണങ്ങൾ തുല്യമായാൽ sides opposite to equal angles are equal. തുല്യമായ കോണുകൾക്ക് എതിരെയുള്ള വശങ്ങൾ തുല്യം. അപ്പം ഇവിടെ 50-നെതിരെ ഈ സൈഡ്, ഇവിടെ 50-നെതിരെ ഈ സൈഡ് അല്ലെ, ഇവിടെ 70-നെതിരെ ഈ സൈഡ്, ഇവിടെ 70-നെതിരെ ഈ സൈഡ്. ഈ രണ്ട് ട്രയാങ്കിളും ഈക്വൽ ആണ്. അപ്പൊ രണ്ട് ട്രയാങ്കിളുകൾ ഈക്വൽ ആയാൽ when two triangles are equal, the sides opposite to equal angles are equal. രണ്ട് ത്രികോണങ്ങൾ തുല്യമായാൽ തുല്യമായ കോണുകൾക്ക് എതിരെയുള്ള വശങ്ങൾ തുല്യം. അങ്ങനെ ആ ഇതിലാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഇപ്പൊ ഇവിടെ 50, ഇവിടെ 50-നെതിരെ ഇത്, ഇവിടെ 50-നെതിരെ ഈ വശം ഒന്നൊന്ന് എഴുതി. ഇവിടെ 70-നെതിരെ ഇത് രണ്ടാമത്തെ വശം ഇവിടെ. അപ്പൊ എഴുതാൻ എളുപ്പമുണ്ട്. അപ്പൊ ഒന്നാമത്തെ വശം ഇവിടെ ഏതാ? അപ്പൊ BC സമം ഇവിടെ ഒന്നാമത്തെ വശം PQ. BCയും PQ ഈക്വൽ ആണ്. ഇവിടെ രണ്ടാമത്തെ വശം CA, ഇവിടെ രണ്ടാമത്തെ വശം RP. ആയില്ലേ? എളുപ്പല്ലേ? അപ്പൊ നമ്മള് പഠിക്കേണ്ടത് SSS റൂള് നേരെ പഠിക്കണം, SAS റൂള് നേരെ പഠിക്കണം, ASA റൂള് നേരെ പഠിക്കണം. ഇതിനോടൊപ്പം നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കേണ്ട ഒരു കാര്യം എപ്പോഴും നമ്മൾ ഓർമ്മിക്കുക, if two triangles are equal, angles opposite to equal sides are equal, sides opposite to equal angles are equal. രണ്ട് ത്രികോണങ്ങൾ തുല്യമായാൽ തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യം, തുല്യമായ കോണുകൾക്ക് എതിരെയുള്ള വശങ്ങൾ തുല്യം, വശങ്ങൾക്കെതിരെയുള്ള കോണുകളും തുല്യം. ഈ രണ്ട് കാര്യങ്ങൾ ഓർമ്മിച്ചിരുന്നാൽ ഇത് ചെയ്യാൻ പറ്റും. അപ്പം ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇതുപോലെ ഞാൻ എഴുതിയതുപോലെ അതിൽ തന്നെ രണ്ടാമത്തെ ഒരു പെയർ കിടപ്പുണ്ട്.
triangle LMN and triangle XYZ. ഇതെല്ലാവരും നോട്ട്ബുക്കിൽ ചെയ്ത് ഫോട്ടോ എടുത്ത് നിങ്ങളുടെ ഓൺലൈൻ ഗ്രൂപ്പിൽ അയക്കേണ്ടതാണ്. എനിക്ക് ചെക്ക് ചെയ്യാനാണ്. എല്ലാ ക്ലാസ്സുകാരും അവരവരുടെ ഗ്രൂപ്പിൽ ഇത് അപ്ലോഡ് ചെയ്യുക. ഇതും ഈ ആൻസർ ഇതുപോലെ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ ചെയ്ത് ഗ്രൂപ്പിൽ ഇടേണ്ടതാണ്. ഞാൻ ചെക്ക് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തുമാത്രം മനസ്സിലായി എന്നറിയാൻ വേണ്ടിയാണ്. അത് എല്ലാവരും ശ്രമിക്കുക. പേജ് നമ്പർ 21 സെക്കൻഡ് ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. ഇൻ ദ ഫിഗർ AP and BQ equal and parallel are lines drawn at the ends of the line AB. The point of intersection of PQ and AB is marked as M. Sub-question 1. Are the sides of triangle AMP equal to the sides of triangle BMQ? Why? What is special about the position of M on AB? Third question, draw a line 5.5 centimeters long using a set square. Locate the midpoint of this line. അപ്പം ചിത്രത്തിൽ APBQ ഇവ തുല്യവും സമാന്തരവുമാണ്. അതിന് AB എന്ന വരയുടെ അറ്റത്തുനിന്ന് വരച്ചിരിക്കുന്ന APBQ എന്നീ വരകൾ തുല്യവും സമാന്തരവുമാണ്. PQ എന്ന വര ABയെ M-ൽ ഖണ്ഡിക്കുന്നു. ത്രികോണം ക്വസ്റ്റ്യൻ 1, ത്രികോണം AMBയും ത്രികോണം BMQയും തുല്യമാണോ? കാരണമെന്ത്? രണ്ടാമത്തെ ഇത് AB M-ന് ABയിലെ പ്രത്യേകത എന്താണ്? മൂന്നാമത്തെ ചോദ്യം 5.5 സെന്റിമീറ്റർ നീളത്തിലൊരു വര വരച്ച് അതിൻ്റെ മധ്യബിന്ദു കണ്ടുപിടിക്കുക. ഇത്രയുമാണ് നമുക്ക് തെളിയിക്കാനുള്ളത്. അപ്പോ കാര്യത്തിലേക്ക് കടക്കാം. ഫിഗറില് APയും BQയും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇൻ ട്രയാങ്കിൾ AMB ആൻഡ് ട്രയാങ്കിൾ BMQ AP ഈക്വൽ ടു BQ ഗിവൺ തന്നിട്ടുണ്ട്. മലയാളത്തിൽ തന്നിട്ടുണ്ട് എന്ന് എഴുതുക. ഇനി ആംഗിൾ 1 ഈക്വൽ ടു ആംഗിൾ 2. ക്വസ്റ്റ്യനിൽ APയും BQയും പാരലാണെന്ന് പറഞ്ഞിട്ടുണ്ട്, സമാന്തരമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആൾട്ടർനേറ്റ് ആംഗിൾസ്, ഇവിടെ നിങ്ങൾ എഴുതേണ്ടത് ആൾട്ടർനേറ്റ് ആംഗിൾസ്, മറുകോണുകൾ. മലയാളം മീഡിയംകാർ മറുകോണുകൾ എന്ന് എഴുതുക, ഇംഗ്ലീഷ് മീഡിയംകാർ ആൾട്ടർനേറ്റ് ആംഗിൾസ്. ഇവിടെ നിങ്ങൾ എഴുതേണ്ടത് ആൾട്ടർനേറ്റ് ആംഗിൾസ് ആയതുകൊണ്ടാണ് ഈക്വലായി. അത് സിമിലർലി ആംഗിൾ 3 ഈക്വൽ ടു ആംഗിൾ 4. ആംഗിൾ 3യും ആംഗിൾ 4ഉം ഈക്വൽ ആണ്. അത് നിങ്ങൾ എഴുതുക ആൾട്ടർനേറ്റ് ആംഗിൾസ്. എന്താണ് ആൾട്ടർനേറ്റ് ആംഗിൾസ്? മലയാളത്തിലെ മറുകോണുകൾ. അപ്പം ഈ ലൈൻ APയും BQയും ഈക്വലായി തന്നിട്ടുണ്ട്. ഈ ആംഗിളും ഈക്വലായി, ഈ ആംഗിളും ഈക്വലായി. അപ്പം ഈ രണ്ട് ലൈനും ഈക്വലാണ്. അതിന്റെ N പോയിന്റ്സും ആംഗിൾസും പെയർ ഓഫ് ആംഗിൾസും ഈക്വൽ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ ട്രയാംഗിളും ASA റൂൾ അനുസരിച്ച് ഈക്വൽ ആണ്. ട്രയാംഗിൾ AMB ഈക്വൽ ടു ട്രയാംഗിൾ BMQ. ASA റൂൾ. അപ്പൊ ചൂസ് ആംഗിൾസ് ആൻഡ് ദെയർ കോമൺ സൈഡ് ഈക്വൽ ടു 2 angles and their common side. Therefore these two triangles are equal. അല്ലെങ്കിൽ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന പോലെ അതേപോലെ നിങ്ങൾ എഴുതുക. റീസൺ അങ്ങനെ എഴുതുക. അപ്പോൾ ഇനി ആദ്യത്തെ ചോദ്യത്തിനുള്ള കാരണങ്ങൾ നമ്മൾ പറഞ്ഞു.
ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എമ്മിന്റെ പ്രത്യേകതയാണ്, എമ്മിന്റെ സ്ഥാനം. ഞാൻ ഇവിടെ അതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി എ എം ഈക്വൽ ടു ബി എം, എ എമ്മും ബി എമ്മും ഈക്വൽ ആണ്. വൈ? സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ്. ആംഗിൾ 3 ആംഗിൾ 4 ഈക്വൽ ആണ്. അപ്പൊ അതുകൊണ്ട് എന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്. ആംഗിൾസ് ഓപ്പോസിറ്റ് ഈക്വൽ സൈഡ്സ്, അല്ലെങ്കിൽ സോറി, സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ്. തുല്യമായ കോണുകൾക്കെതിരെയുള്ള വശങ്ങൾ, തുല്യമായ കോണുകൾക്കെതിരെയുള്ള വശങ്ങൾ, അല്ലെങ്കിൽ കറസ്പോണ്ടിങ് സൈഡ്സ് ഓഫ് ഈക്വൽ ട്രയാംഗിൾസ്. കറസ്പോണ്ടിങ് സൈഡ്സ് ഓഫ് ഈക്വൽ ട്രയാംഗിൾ എന്ന് എഴുതിയാലും മതി. തുല്യ ത്രികോണങ്ങളുടെ സമാന വശങ്ങൾ എന്ന് എഴുതിയാലും മതി. അപ്പൊ എ എം ഈക്വൽ ടു ബി എം എഴുതി. അപ്പം സോ എം ഈസ് ദി മിഡ് പോയിന്റ് ഓഫ് എ ബി. എ എമ്മും ബി എമ്മും ഈക്വൽ ആയ എം എന്തായിരിക്കും? മിഡ് പോയിന്റ് ആയിരിക്കും. അതുകൊണ്ട് അതിനാൽ എം എന്താണ്? എ ബിയുടെ മധ്യബിന്ദുവാണ്. എ ബിയുടെ മധ്യബിന്ദുവാണ് എം എന്ന് നമുക്ക് പറയാം. ഇനി പറയുന്നത് അല്ല, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഒരു ലൈൻ എത്ര 5.5 സെന്റിമീറ്റർ ഒരു ലൈൻ വരയ്ക്കുക. വരച്ചു. എല്ലാവരും നോട്ട്ബുക്കിൽ ഇത്ര എഴുതിയെടുത്തതിന് ശേഷം അതിന് താഴെ 5.5 സെന്റിമീറ്ററിൽ ഒരു ലൈൻ വരയ്ക്കണം. കുട്ടികളെ ശ്രദ്ധിക്കുക, ഞാനിത് പറഞ്ഞു പോകുന്നതിൻ്റെ കൂടെ തന്നെ ഇത് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ എഴുതി വരണം. അത് നോട്ട്ബുക്കിൽ പകർത്തണം, എങ്കിലേ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ തേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് എല്ലാവരും സ്കെയിലും പെൻസിലും ഒക്കെ എടുത്ത് 5.5 സെന്റിമീറ്റർ ഒരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് ക്വസ്റ്റ്യനിൽ പറയുന്നത് യൂസിങ് സെറ്റ് സ്ക്വയർ ആണ്. സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് വരയ്ക്കാനാണ് പറഞ്ഞത്. അത് അപ്പം നമുക്ക് എന്ത് വേണം? സെറ്റ് സ്ക്വയർ വേണം. എല്ലാവരും സെറ്റ് സ്ക്വയർ എടുക്കുക. സെറ്റ് സ്ക്വയർ എടുക്കുക. സെറ്റ് സ്ക്വയർ എടുത്തു. ഇതേപോലെ 2 സെറ്റ് സ്ക്വയർ കാണും. അതിൽ ഈ 60 30, മറ്റൊന്ന് 45 അങ്ങനെയുള്ള 2 സെറ്റ് സ്ക്വയർ ഉണ്ട്. അതിൽ 45 ഉള്ള സെറ്റ് സ്ക്വയർ നിങ്ങൾ എടുക്കുക. ഇതാണ് ആ സെറ്റ് സ്ക്വയർ. ഇങ്ങനെയുള്ള സെറ്റ് സ്ക്വയർ നിങ്ങൾ എടുക്കുക. ഈ സെറ്റ് സ്ക്വയർ എടുത്തതിന് ശേഷം ഇതിൻ്റെ ഈ എൻഡിൽ എന്ത് ചെയ്യുക? ഒരു ലൈൻ വരയ്ക്കുക. അതേപോലെ ഇപ്പുറ സൈഡിൽ ഈ എൻഡിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ലൈൻ വരയ്ക്കുക. അപ്പോൾ എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവ്, ഞാനിവിടെ ഒരു 4 സെന്റിമീറ്റർ സ്കെയിലിൽ അല്ലെങ്കിൽ സെറ്റ് സ്ക്വയറാ അല്ല കോമ്പസോ വെച്ച് ഇവിടെ ഒരു 4 സെന്റിമീറ്റർ, ഇവിടെ ഒരു 4 സെന്റിമീറ്റർ. ഈ 2 ആംഗിൾ ഈക്വൽ. ഇത് 45, ഇത് 45. അപ്പോൾ ഇവിടം വരെ ഒരു 4 സെന്റിമീറ്റർ, ഇവിടെ ഒരു 4 സെന്റിമീറ്റർ ഉണ്ടെന്ന് വിചാരിക്കുക. ഇനി അപ്പോൾ എന്തായി? ആംഗിൾ ഈക്വലായി, സൈഡും ഈക്വലായി. അതിനുശേഷം ഈ 2 പോയിന്റുകൾ തമ്മിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഈ 5.5നെ ബൈസെക്ട് ചെയ്യാൻ പറ്റും. അപ്പം എന്തായി? ഇവിടെ 45 ഉണ്ട്, ഇവിടെ 45 ഉണ്ട്. സോറി, ഇവിടെ 45 ഉണ്ട്, ഇവിടെ 45 ഉണ്ട്. ഇത് 4 ആണ്, ഇത് 4 ആണ്. ഇത് പാരൽ ആയതുകൊണ്ട്, ഈ 2 ലൈനും പാരൽ ആയതുകൊണ്ട് ഈ ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പം ഇതും എന്തായിരിക്കും? ഈ 2 ട്രയാങ്കിളും ഈക്വൽ ആവും. അങ്ങനെയാണെങ്കിൽ ഈ സൈഡും ഈക്വൽ ആവും. അപ്പോൾ എന്ന് വെച്ചാൽ ഇത് ബൈസെക്ട് ചെയ്തത് എന്ന്. അപ്പോൾ ഒന്നും കൂടെ 5.5ൽ ഒരു ലൈൻ വരച്ചു. അതിനുശേഷം സെറ്റ് സ്ക്വയർ വെച്ച് ഇവിടെ ഇങ്ങനെ ഒരു 45 ഡിഗ്രി, തിരിച്ച് താഴെ ഇവിടെ ഒരു 45 ഡിഗ്രി, ഇവിടെ
ഈ 4 സെന്റിമീറ്റർ തന്നെ എടുക്കണം നിർബന്ധമൊന്നുമില്ല, അത് നിങ്ങളുടെ ഇഷ്ടം. 4 or 5, ഇവിടെ 4 എടുത്താൽ ഇവിടെയും 4, ഇവിടെ 5 എടുത്താൽ ഇവിടെയും 5, ഇവിടെ 2 എടുത്ത് എടുക്കുന്ന ലെങ്ത് ഈക്വൽ ആയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങളുടെ ഫിഗറിൻ്റെ ഇതനുസരിച്ച് വൃത്തിക്കനുസരിച്ച് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇവിടെ 3 സെന്റിമീറ്റർ എടുത്താലും മതി, 2 എടുത്താലും മതി, 1 സെന്റിമീറ്റർ എടുത്താലും മതി, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇവിടെ എടുക്കുന്ന ലെങ്ത് ഇവിടെ വേണമെന്നേ ഉള്ളൂ. അതിനുശേഷം ആ പോയിന്റും ഈ പോയിന്റും തമ്മിൽ കണക്ട് ചെയ്ത് ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഈ ലൈനിനെ എന്ത് ചെയ്യും? ബൈസെക്ട് ചെയ്യും. ഇതാണ് ഈ നമ്മൾ പഠിച്ച ഈ ഫിഗറിന്റെ ഇതിന്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു ലൈൻ. ഇനി നിങ്ങൾക്ക് ഒരു 8.3, 4.7 ഇങ്ങനെയൊക്കെ ഉള്ള ലൈനുകൾ ബൈസെക്ട് ചെയ്യാൻ പറഞ്ഞാൽ 2 തരത്തിൽ നിങ്ങൾക്ക് ബൈസെക്ട് ചെയ്യാം. ഒന്ന് എങ്ങനെ? നമുക്ക് പൊട്രാക്ടർ അല്ല, കോമ്പസ് ഉപയോഗിച്ച് വരയ്ക്കാൻ അറിയാം. രണ്ടാമത് ഇങ്ങനെ മറ്റൊരു മെത്തേഡ്. അപ്പം ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങളുടെ പേജ് നമ്പർ 21 സെക്കൻഡ് ക്വസ്റ്റ്യനുള്ള ആൻസറുകളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇത് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും ഈ ഫിഗർ വരയ്ക്കണം, ഇത് ആൻസർ എഴുതിയെടുക്കണം. ഈ ഫിഗർ ഇതേപോലെ വരച്ച് നിങ്ങൾ നിങ്ങളുടെ ഓൺലൈൻ ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. എല്ലാവരും എനിക്ക് കാണണം വരയ്ക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മൂന്നാമത്തെ ചോദ്യം, പേജ് നമ്പർ 21, തേർഡ് ക്വസ്റ്റ്യൻ. ഇൻ ദ ഫിഗർ ABCD is a pentagon with all sides of the same length and all angles of the same size. The sides AB and AE extended meet the side CD extended at P and Q. Sub question 1. Are the sides of triangle BPC equal to the sides of triangle EQD? Why? Are the sides of AP and AQ of triangle APQ equal? Why? ഇങ്ങനെ 2 ക്വസ്റ്റ്യൻ ആണ്. In pentagon ABCD, ABCDE, എന്താ പെന്റഗൺ? വിത്ത് 5 sides. 5 sides ഉള്ള ക്ലോസ്ഡ് ഫിഗറിനെ ആണ് പെന്റഗൺ എന്ന് പറയുന്നത്. ഇവിടുത്തെ പെന്റഗൺ ഒരു പ്രത്യേകത പറയുന്നുണ്ട്, ഓൾ സൈഡ്സ് ഈക്വൽ, ഓൾ ആംഗിൾ ഈക്വൽ. അപ്പം ചോദ്യം ഒന്നും കൂടെ, ചിത്രത്തിൽ ABCD ഒരു പഞ്ചഭുജമാണ്. ഇതിന്റെ എല്ലാ സൈഡും തുല്യമാണ്, എല്ലാ വശങ്ങളും തുല്യം, അതുപോലെ എല്ലാ കോണുകളും തുല്യം. AB എന്ന വശവും AE എന്ന വശവും നീട്ടി CD എന്ന വശം നീട്ടിയ വരയിലെ P എന്ന ബിന്ദുവിലും Q എന്ന ബിന്ദുവിലും മുട്ടുന്നു. ചോദ്യം നമ്പർ 1, സബ് ക്വസ്റ്റ്യൻ 1. ത്രികോണം BPCയും ത്രികോണം EQDയും തുല്യമാണോ? കാരണം. അതുപോലെ ത്രികോണം APQവിന്റെ AP എന്ന് പറയുന്ന വശവും AQ എന്ന് പറയുന്ന വശവും തുല്യമാണോ? ഇതാണ് ചോദ്യം. അപ്പം പഞ്ചഭുജം എന്ന് പറയുമ്പോൾ 5 വശം. ഈ ചോദ്യത്തില് പറയുന്നത് 5 വശങ്ങൾ എന്ന് പറയുന്നത് തുല്യമാണ്. അപ്പൊ അതുകൊണ്ട് ABയും BCയും CDയും Dയും Aയും തുല്യമാണെന്ന് എടുക്കാം. കൂടാതെ ഇതിന്റെ കോണുകളെല്ലാം തുല്യമാണെന്നും പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി കോണുകളെല്ലാം തുല്യമായതുകൊണ്ട് ആ കോണുകൾക്ക് ഞാൻ X എന്ന് കൊടുത്തു. അപ്പം ഇതേപോലെ ബഹുഭുജങ്ങൾ, പോളിഗൺസ്, ബഹുഭുജങ്ങളെ പറയുന്ന പേര് പോളിഗൺസ് എന്നാണ്. പോളിഗൺ എന്ന് വെച്ചാൽ the figure with the 3 or more sides. 3 or more than 3 sides, 3ഉം അതിൽ കൂടുതൽ വശങ്ങളുമുള്ള രൂപങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്? ബഹുഭുജങ്ങൾ എന്ന് പറയും. അപ്പം ഇവിടെ പെന്റഗൺ, ബഹുഭുജ, പോളിഗൺ, അതിന് 5 വശങ്ങൾ തുല്യം. അങ്ങനെയുള്ള സമബഹുഭുജങ്ങൾ അല്ലെങ്കിൽ റെഗുലർ പോളിഗൺ എന്നാണ് പറയുന്നത്. അപ്പം 5 വശങ്ങൾ തുല്യമായതുകൊണ്ട് ഇതിനെ പറയുന്നത് സമപഞ്ചഭുജം അല്ലെങ്കിൽ റെഗുലർ പെന്റഗൺ.
റെഗുലർ പെന്റഗൺ എന്നാണ് പറയുന്നത്. അപ്പോ നമുക്ക് അതൊന്നുമല്ല വിഷയം. ഈ ട്രയാങ്കിളും ഈക്വൽ ആണോ എന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ അതുകൊണ്ട് ഈ ആംഗിളുകളെല്ലാം ഞാൻ എക്സ് എന്ന് കൊടുത്തു, കോണുകളെല്ലാം എക്സ്. ഇനി ഈ കോണും തമ്മിൽ, ഈ ആംഗിളും തമ്മിൽ ഒരു ബന്ധമുണ്ട്. അതിനെ പറയുന്നത് ലീനിയർ പെയർ. ഈ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ട്, നീട്ടി വരച്ചാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു വലിയ വര, അതിന്റെ മുകളിൽ വേറൊരു വര, ഒരു കൊടക്കമ്പി ഷേപ്പ്. അപ്പൊ അതുകൊണ്ട് ഈ ആംഗിളും ലീനിയർ പെയർ ആണ്. ലീനിയർ പെയറിന്റെ മലയാളം രേഖീയ ജോഡി. അപ്പൊ രേഖീയ ജോഡിയുടെ പ്രത്യേകത, ഈ കോണും കൂടെ കൂട്ടിയാൽ 180, ഈ ആംഗിളും കൂടെ ആഡ് ചെയ്താൽ 180. അപ്പൊ ഇവിടെ നമ്മൾ ആംഗിൾ എക്സ് എന്ന് എടുത്തു. അതുകൊണ്ട് ഇവിടുത്തെ ആംഗിൾ എന്തായിരിക്കും? 180 നിന്ന് എക്സ് കുറച്ചാൽ പോരെ. അതുകൊണ്ട് 180 മൈനസ് എക്സ്. ഇവിടെയും അതുപോലെ എക്സ് ആണ്, അതുകൊണ്ട് ഇത് 180 മൈനസ് എക്സ്. ലീനിയർ പെയർ. ഇവിടെ എക്സ് ആണ്, ഇന്റീരിയർ ആംഗിൾ എക്സ് ആണ്, പെന്റഗണിന്റെ ആംഗിൾ എക്സ് ആണ്, നീട്ടി വരച്ചിരിക്കുന്നത് കൊണ്ട് ഇത് ലീനിയർ പെയർ. അതുകൊണ്ട് ഇതും 180 മൈനസ് എക്സ്. അതുപോലെ ഇവിടെ എക്സ്, അതുകൊണ്ട് ഇതും 180 മൈനസ് എക്സ്. അപ്പം ഈ എല്ലാ ആംഗിളും 180 മൈനസ് എക്സ് ആയതുകൊണ്ട് ഈ എല്ലാ ആംഗിളും നമുക്ക് വേണമെങ്കിൽ എന്ന് പറയാം ഈക്വൽ ആണ്. അതാ ഇവിടെ എഴുതിയിട്ടുണ്ട്. ആംഗിൾ PBC 180 മൈനസ് എക്സ്. ആദ്യം ഇങ്ങനെ എഴുതുക, let each angles of pentagon be x. പഞ്ചഭുജത്തിന്റെ ഓരോ കോണും x ഡിഗ്രി എന്നിരിക്കട്ടെ. അപ്പം let each angles of pentagon be x ഡിഗ്രി. പഞ്ചഭുജത്തിന്റെ എല്ലാ കോണുകളും x ഡിഗ്രി എന്നിരിക്കട്ടെ. അവിടെ അതായി. ഇനി എഴുതുന്നു, ഇത് എക്സ് ആണെങ്കിൽ അപ്പൊ ആംഗിൾ PBC 180 മൈനസ് എക്സ്. ഇവിടെ ഇത് എക്സ് ആണെങ്കിൽ ഇത് 180 മൈനസ് എക്സ്. ഇത് എക്സ് ആണെങ്കിൽ ഇത് 180 മൈനസ് എക്സ്. ഇത് എക്സ് ആണെങ്കിൽ ഇത് 180 മൈനസ് എക്സ്. അതായത് ലീനിയർ പെയർസ്. അതാണ് റീസൺ. അപ്പൊ ഇവിടെ ഇത് എഴുതിയിരിക്കുന്നത്, ഇത് ലീനിയർ പെയർ ആയതുകൊണ്ട്, ലീനിയർ പെയർ എന്നുള്ള ഇത് വെച്ചാണ് നമ്മൾ ഇത് കണ്ടുപിടിച്ചത് എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ ഇൻ ട്രയാങ്കിൾ BPC ആൻഡ് ട്രയാങ്കിൾ EQD, ഈ രണ്ട് ട്രയാങ്കിൾ ഞാൻ എടുത്തു. ട്രയാങ്കിൾ BPCയും EQD. അതിലെ BC ഈക്വൽ ടു D, BCയും Dയും ഈക്വൽ. റീസൺ എഴുതാം, ഗിവൺ. അല്ലെങ്കിൽ ഈക്വൽ സൈഡ്സ് ഓഫ് ദി പെന്റഗൺ. ഈക്വൽ സൈഡ്സ് ഓഫ് ദി പെന്റഗൺ. പഞ്ചഭുജത്തിന്റെ തുല്യമായ വശങ്ങൾ എന്ന് എഴുതുക. ഈക്വൽ സൈഡ്സ് ഓഫ് ദി പെന്റഗൺ. പഞ്ചഭുജത്തിന്റെ തുല്യമായ വശങ്ങൾ. ഓക്കെ. ആംഗിൾ PBC ഈക്വൽ ടു ആംഗിൾ DEQ. പ്രൂവ്ഡ് തെളിയിച്ചിട്ടുണ്ട്. അല്ലെ, തെളിവ് എന്ന് എഴുതിയാലും മതി. പ്രൂവ്ഡ് അല്ലെങ്കിൽ തെളിവ്, തെളിയിച്ചിട്ടുണ്ട് എന്ന് എഴുതുക. ഇവിടെ തെളിയിച്ചു വെച്ചിരിക്കുകയാണ്. ആംഗിൾ PBC 180 മൈനസ് എക്സ്. ആംഗിൾ DEQ. ആംഗിൾ DEQ 180 മൈനസ് എക്സ് തെളിയിച്ചിട്ടുണ്ട്. അതേപോലെ PCBയും QDയും ഈക്വൽ ആണെന്ന് ഇവിടെ തെളിയിച്ചിട്ടുണ്ട്. അപ്പം ഇത് രണ്ടും ഈക്വല്, ഇത് രണ്ടും ഈക്വൽ അല്ലേ, തെളിയിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ട്രയാങ്കിൾ BPCയും ട്രയാങ്കിൾ EQDയും ഈക്വൽ. ASA റൂൾ നോക്കുക, ഈ രണ്ട് വശവും തുല്യമാണ്.
ഈ കോണും തുല്യം, ഈ കോണും തുല്യം. ഈ രണ്ട് സൈഡ്സ് ഈക്വല്, ഈ ആംഗിളും ഈക്വൽ, ഈ ആംഗിളും ഈക്വൽ. അതുകൊണ്ട് BPCയും EQDയും ഈക്വൽ. ഈ രണ്ട് ട്രയാങ്കിളും ഈക്വലായി, ഈ രണ്ട് ട്രയാങ്കിളും തുല്യമായി. ഇനി രണ്ടാമത്തെ ചോദ്യത്തില് അതുകൊണ്ട് therefore BP equal to EQ, BPയും EQയും ഈക്വൽ, sides opposite to equal angles, തുല്യമായ കോണുകൾക്ക് എതിരെയുള്ള വശങ്ങൾ. മലയാളം മീഡിയംകാർ എഴുതുക, തുല്യമായ കോണുകൾക്ക് എതിരെയുള്ള വശങ്ങൾ. ഇംഗ്ലീഷ് മീഡിയം സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ്. ഇനി എബിയും എയും എഴുതുന്നു. AB ഈക്വൽ ടു AE. ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് പഞ്ചഭുജത്തിന്റെ എല്ലാ വശവും തുല്യമാണെന്ന്. അതുകൊണ്ട് ABയും AE ഈക്വൽ ആണെന്ന് എഴുതാം. BP EQ ഈക്വൽ ആയതുകൊണ്ട് ABയോട് BPയും ആഡ് ചെയ്തു, AEയും EQയും തമ്മിൽ ആഡ് ചെയ്തു. തുല്യമായതിനോട് തുല്യമായത് കൂട്ടിയാൽ കിട്ടുന്നതും തുല്യമായിരിക്കും. ഈക്വൽ ആഡഡ് ടു ഈക്വൽ, ഈക്വൽസ് ആഡഡ് ടു ഈക്വൽസ്, ഹോൾ ആർ ഈക്വൽ. ഓൾ WHOLE ഓൾ ആർ ഈക്വൽ. മുഴുവൻ എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പൊ ABയും BPയും കൂടെ ആഡ് ചെയ്താൽ AP, therefore AP ഈക്വൽ ടു AEയും EQയും കൂടെ ആഡ് ചെയ്താൽ AQ. അതുകൊണ്ട് APയും AQയും തുല്യം. അപ്പൊ ആ ക്വസ്റ്റിന് ആൻസർ എല്ലാം ആയിട്ടുണ്ട്. ആദ്യം നമ്മൾ ഇവിടെ എഴുതിയത്, ഇവിടെ ലീനിയർ പെയർസ് എന്ന് എഴുതിയിരിക്കുന്നത് ഇത് രണ്ട് ലീനിയർ പെയർ ആയതുകൊണ്ടല്ല, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി എഴുതിയിരിക്കുന്നതാണ്. അപ്പം ആംഗിൾ PBC എങ്ങനെയാണ് 180 - x ആയത് എന്നുള്ളതിന്റെ ഇതാണ്. അതായത് PCB എങ്ങനെയാണ് ആയത് എന്നതിന്റെ ഇതാണ്. DEQ ആയത് എങ്ങനെയാന്നുള്ളത് ഓർമ്മിക്കാൻ വേണ്ടിയാണ്. DQDE എങ്ങനെയാണ് ആയത് എന്ന് ഓർമ്മിക്കാൻ വേണ്ടിയാണ്. അതിനുശേഷം ഈ ട്രയാങ്കിൾ രണ്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ആ ട്രയാങ്കിൾ ഓരോ റീസൺ ആയിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. അത് വെച്ച് ഈ രണ്ട് ട്രയാങ്കിളും ഈക്വലായി. അത് ASA റൂളാണ്. അപ്പം ട്രയാങ്കിളുകൾ ഈക്വൽ ആയതുകൊണ്ട് ആ ട്രയാങ്കിളിന്റെ ഈക്വൽ ആംഗിളിന് ഓപ്പോസിറ്റ് സൈഡ്, ഈ രണ്ട് ആംഗിളും 180 - x ആയതുകൊണ്ട് ഇതിന് ഓപ്പോസിറ്റ് BP, ഇതിന് ഓപ്പോസിറ്റ് EQ. അതുകൊണ്ട് BPയും EQയും ഈക്വല്. ABയും AEയും ഓൾറെഡി ഈക്വൽ ആണ്. അപ്പം തുല്യമായി ഈ രണ്ടിനോട് തുല്യമായി ഈ രണ്ട് കൂട്ടുന്നു. അപ്പൊ കിട്ടുന്നതും തുല്യമായിരിക്കും. അങ്ങനെ നോക്കുമ്പം APയും AQയും തുല്യം. ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ രണ്ട് ആൻസർ ആയിട്ട് നിങ്ങൾക്ക് തരാനുള്ളത്. എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതെല്ലാവരും നോട്ട്ബുക്കിൽ പകർത്തി എഴുതി പഠിക്കാൻ ശ്രമിക്കണമല്ല, പഠിക്കണം. എല്ലാവരും നല്ലതുപോലെ പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഓൺലൈൻ സെഷനിൽ ചോദിക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. പേജ് നമ്പർ 22, 4th question. In triangle ABC and triangle PQR shown below, AB equal to QR, BC equal to RP, CA equal to PQ. Sub question 1. Are CD and PS equal Y? What's the relation between the areas of triangle ABC and triangle PQR? ചുവടെ ത്രികോണം ABC PQR ഇവയിൽ AB സമം QR, BC സമം RP, CA സമം PQ. CD PS ഇവ തുല്യമാണോ? എന്തുകൊണ്ട്? ഈ രണ്ട് ത്രികോണം ABC, ത്രികോണം PQR ഇവയുടെ പരപ്പളവുകൾ തമ്മിലുള്ള ബന്ധം എന്താണ്? ഇത്രയുമാണ് ക്വസ്റ്റ്യൻ. അപ്പം ഈ CDയും PSും തമ്മിൽ ഈക്വൽ എന്നാണ് ആദ്യം ആണോ അല്ലയോ എന്നാണ് നോക്കേണ്ടത്. അപ്പൊ ഇങ്ങനെ ACDയും PQSും ഈ രണ്ട് ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ അതില് പൊതുവായിട്ട് പറയാൻ ഒന്നുമില്ല. അതുകൊണ്ട്
എ ബി സിയുടെ 3 വശങ്ങൾ എ ബി ബി സി സി എ പി ക്യു ആറിന്റെ 3 വശങ്ങൾക്ക് തുല്യം. അതിവിടെ എഴുതിയിട്ടുണ്ട്, അതെല്ലാം തന്നിട്ടുമുണ്ട്. അതുകൊണ്ട് ട്രയാങ്കിൾ എ ബി സിയും ട്രയാങ്കിൾ പി ക്യു ആറും ഈക്വൽ. ഏത് നിയമം വെച്ച്? എസ് 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 റൂൾ വെച്ച്. എ ബി സമം ക്യു ആർ, ബി സി സമം ആർ പി, സി എ സമം പി ക്യു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ത്രികോണം എ ബി സിയും ത്രികോണം ക്യു ആർ പിയും എസ് 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 റൂൾ അനുസരിച്ച് തുല്യം. അപ്പൊ അതുകൊണ്ട് ഞാൻ എഴുതുന്നു ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ ക്യൂ. അതുകൊണ്ട് ആംഗിൾ എയും ആംഗിൾ ക്യൂവും ഈക്വൽ ആണ്. റീസൺ നിങ്ങൾക്ക് എഴുതാം. ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ്. അപ്പം ബി സിയും ആർ പിയും ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. ബി സി ആർ പി ഈക്വൽ ആണ്. ബി സിക്ക് ഓപ്പോസിറ്റ് ഇത് ഈ വര ഇപ്പൊ നോക്കണ്ട, ഈ ത്രികോണം മൊത്തത്തിൽ നോക്കുക. ബി സിക്ക് ഓപ്പോസിറ്റ് എ, അതേപോലെ ആർ പിക്ക് ഓപ്പോസിറ്റ് ക്യൂ. അതുകൊണ്ട് ഈ ആംഗിളും തുല്യമാണെന്ന് അതവിടെ നിൽക്കട്ടെ. ഇനി അടുത്തത് നമ്മൾ എടുക്കുന്നു ട്രയാങ്കിൾ എ ഡി സി ആൻഡ് ട്രയാങ്കിൾ ക്യൂ എസ് പി. അപ്പൊ നമ്മൾ ചോദിക്കുക ആദ്യം ഇങ്ങനെ എടുക്കാത്ത എന്ത് സാർ? ഈ 3 വശവും തന്നിട്ടുള്ളൂ. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ഒരു വശവും എടുക്കാനേ അല്ലെങ്കിൽ ഈ ഒരു വശം എടുക്കാനേ പറ്റൂ. ബാക്കി ഒരു കാരണവും നമുക്ക് വേണ്ടത് സി ഡി ആണ്. സി ഡി ഉൾപ്പെടുന്ന ത്രികോണത്തിലില്ല. എ സി ഡി ഉൾപ്പെടുന്ന ത്രികോണത്തിലും പി ക്യു എസ് ഉൾപ്പെടുന്ന ത്രികോണത്തിലും ഇല്ലാത്തതുകൊണ്ട് അതിന് വേണ്ട തെളിവുകൾ നമ്മൾ ഉണ്ടാക്കിയിട്ട് വേണം അതിലോട്ട് കിടക്കാൻ. അതാണ് ഈ ക്വസ്റ്റിന്റെ പ്രത്യേകത. അങ്ങനെയാണ് ആംഗിൾ എയും ആംഗിൾ ക്യൂവും ഈക്വൽ ആണ് എന്ന് നമ്മൾ പറഞ്ഞത്. എന്നിട്ട് ഇൻ ട്രയാങ്കിൾ എ ഡി സി ആൻഡ് ട്രയാങ്കിൾ ക്യു എസ് പി, ത്രികോണം എ ഡി സിയിലും ത്രികോണം ക്യു എസ് പിയിലും എ സി ഈക്വൽ ടു പി ക്യു, എ സിയും പി ക്യു ഈക്വൽ ആണ്. ഗിവൺ, ഇവിടെ ഗിവൺ എന്ന് എഴുതുക, അല്ലെങ്കിൽ തന്നിട്ടുണ്ട് എന്ന് എഴുതുക. ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ ക്യൂ പ്രൂവ്ഡ്, തെളിയിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ തെളിവ് എന്ന് എഴുതുക. ഇനി ആംഗിൾ എ ഡി സി പി എസ് അല്ലെങ്കിൽ ക്യൂ എസ് പി, ഇവിടെ പെർപെൻഡിക്കുലേഴ്സ് എന്നെഴുതുക. പെർപെൻഡിക്കുലേഴ്സ് ലംബങ്ങൾ. അപ്പം ഈ കോണും തുല്യമായി, ഈ കോണും തുല്യമായി. നമുക്ക് ഈ വശവും തുല്യമാണ് തന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ആ തെളിവ് പറ്റില്ല. അതുകൊണ്ട് നമ്മൾ അടുത്തത് ഒരു ത്രികോണത്തിന്റെ 3 കോണുകളുടെ തുക 150. അതുകൊണ്ട് 2 കോണുകൾ വീതം തുല്യമായ മൂന്നാമത്തെ കോണം എങ്ങനെയായിരിക്കും? തുല്യമായിരിക്കും. 2 കോണുകൾ 50 60 ആണെന്ന് വിചാരിക്കുക. 50 60 110. മൂന്നാമത്തെ കോണ് 70. അപ്പൊ 50 60 കൂടെ കൂട്ടിയിട്ട് 150 കുറച്ചാൽ മതി. അങ്ങനെ നോക്കിയാൽ ഈ 2 കോണുകളും ഇത് രണ്ടും കൂടെ കൂട്ടേണ്ടതും തുല്യമായിരിക്കും. എന്നിട്ട് 150 കുറച്ചാൽ ഇത് രണ്ടും ആയിരിക്കും. അതുകൊണ്ട് ഇത് അപ്പൊ ഇവിടെ എഴുതുക പെയർ ഓഫ് തേർഡ് ആംഗിൾസ്, മൂന്നാമത്തെ ജോഡി കോണുകൾ എന്ന് എഴുതിയിരുന്നാൽ മതി. അപ്പൊ എന്തായി? ഇതിനെ ഉപേക്ഷിച്ചു. ഈ കോണും തുല്യമായി, ഈ കോണും തുല്യമായി. അതേപോലെ ഈ വശവും എന്താണ്? തുല്യമാണ്. ഇവിടെ തന്നിട്ടുണ്ട് സി എ സമം പി ക്യൂ തന്നിട്ടുണ്ട്. അപ്പം എന്തായി? എ എസ് എ റൂൾ അനുസരിച്ച് ഈ 2 ട്രയാങ്കിളും എന്തായി? ഈക്വലായി. അപ്പൊ അതുകൊണ്ട് സി ഡിയും പി എസും എന്തായി? ഈക്വലായി. സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ്. തുല്യമായ കോണുകൾക്ക് എതിരെയുള്ള വശങ്ങൾ. അപ്പം ഇവിടെ ക്യൂവും എ ഐ ഈക്വൽ ആണ്. അതുകൊണ്ട് എ ഐക്ക് ഓപ്പോസിറ്റ് സി ഡി, അതിലെ ക്യൂവിന് ഓപ്പോസിറ്റ് പി എസ്. അപ്പം ഈ 2 കോണുകളും എന്തായിട്ട് വരും? തുല്യമായിട്ട് വരും. കോണുകളല്ല, ഈ 2 വശങ്ങളും എന്തായിട്ട് വരും? തുല്യമായിട്ട് വരും. അവിടെ റീസൺ നമുക്ക് എഴുതാം. സി ഡി ഈക്വൽ ടു പി എസിന്റെ റീസൺ നമുക്ക് ഇവിടെ എഴുതാം. അപ്പൊ ഇനി
രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ ഏരിയാസ് ഓഫ് ട്രയാങ്കിൾ എ ബി സി ആൻഡ് ട്രയാങ്കിൾ പി ക്യു ആർ? അപ്പൊ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി ഈക്വൽ ടു ഹാഫ് എ ബി ഇൻറ്റു സി ഡി. ഏരിയ ഓഫ് ട്രയാങ്കിൾ പി ക്യു ആർ ഹാഫ് ക്യു ആർ ഇൻറ്റു പി എസ്. അപ്പം നോക്കി, സി ഡിയും പി എസും ഈക്വൽ. സി ഡിയും പി എസും ഈക്വൽ. അതേപോലെ എ ബിയും ക്യു ആറും ഈക്വൽ. അപ്പൊ അതുകൊണ്ടെന്ന് എഴുതാം, അപ്പൊ അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, ട്രയാങ്കിൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി ഹാഫ് എ ബി ഇൻറ്റു സി ഡി ഈക്വൽ ടു ഹാഫ് എ ബിക്ക് വരെ എന്ത് കൊടുക്കാം, ക്യു ആർ ഇൻറ്റു സി ഡിക്ക് വരെ എന്ത് കൊടുക്കാം, പി എസ്. ബ്രാക്കറ്റിൽ ഇവിടെ എന്തെന്ന് എഴുതിയാൽ മതി, എ ബി ഈക്വൽ ടു ക്യു ആർ സി ഡി ഈക്വൽ ടു പി എസ് ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ പി ക്യു ആർ. ട്രയാങ്കിൾ എ ബി സിയുടെ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് എ ബി ഇൻറ്റു സി ഡി ആണ്. എ ബിക്ക് ക്യു ആർ ഈക്വൽ ആയതുകൊണ്ട് എ ബിക്ക് പകരം ഞാൻ ഇവിടെ ക്യു ആർ കൊടുത്തു. സി ഡിയും ഇത് ഈക്വൽ ആയിട്ട് സി ഡിക്ക് പകരം പി എസ് കൊടുത്തു, ഹാഫ്. അപ്പൊ എന്തായി, ഹാഫ് ക്യു ആർ ഇൻറ്റു പി എസ്. ഹാഫ് ക്യു ആർ ഇൻറ്റു പി എസ് എന്ന് പറയുന്നത് ആരുടെ ഏരിയ, ട്രയാങ്കിൾ പി ക്യു ആറിന്റെ ഏരിയ. അപ്പം ട്രയാങ്കിൾ എ ബി സിയുടെ ഏരിയയും ട്രയാങ്കിൾ പി ക്യു ആറിന്റെ ഏരിയയും ഈക്വൽ ആയി. നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് സെക്ഷനിൽ ക്ലിയർ ചെയ്യാം. ശ്രദ്ധിക്കുക, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, പേജ് നമ്പർ 22, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ഫിഫ്ത്ത് മാത്രമല്ല സിക്സ്ത്തും. പേജ് നമ്പർ 22-ലെ 5-മത്തെയും 6-മത്തെയും ചോദ്യം ഹോംവർക്കാണ്, ചെയ്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്.